പുതിയവിള പട്ടോളി മാർക്കറ്റ് ശ്രീനാരായണ യുവജന സമാജം പുനർനിർമ്മാണം നടത്തിയ ഗുരുക്ഷേത്ര സമർപ്പണവും വിഗ്രഹ പ്രതിഷ്ഠയും ത്രിദിന ഗുരുദർശന ജ്ഞാനയജ്ഞവും നടന്നു. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയവിള പട്ടോളി മാർക്കറ്റ് ശ്രീനാരായണ യുവജന സമാജം പുനർനിർമ്മാണം നടത്തിയ ഗുരുക്ഷേത്രത്തിന്റെ സമർപ്പണവും ശ്രീനാരായണ ഗുരു ശിലാവിഗ്രഹ പ്രതിഷ്ഠയും ത്രിദിന ഗുരുദർശന ജ്ഞാനയജ്ഞവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായ കമനീയമായ നിലയിൽ ശ്രീനാരായണ ഗുരുജന സമാജം ഈ കോട്ടച്ചിറ ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിലാവിഗ്രഹവും പ്രതിഷ്ഠയും ഗുരുദർശന ജ്ഞാനയജ്ഞവും നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീർണിച്ച ഈ ക്ഷേത്രം പുതുക്കി പണിയാൻ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയ പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വാസ്തവത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ യുവജന സമാജം ഇങ്ങനെ മനോഹരമായ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ശക്തമായ നേതൃത്വം കൊടുത്ത മഹാത്മാവായിരുന്നു. തൻ്റെ ജീവിതം മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യജിച്ച ഒരു മഹാവ്യക്തിയാണ്. നമുക്കറിയാം, അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ജാതിയുടെയും മതത്തിൻ്റെയും അതിപ്രസരമുണ്ടായിരുന്ന ഒരു കാലമാണ്. മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. മാറുമറയ്ക്കാനും വഴി നടക്കാനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഉച്ചനീചത്വങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച മഹായോഗിയായി ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് കാണാൻ കഴിയും. അതാണ് മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. പ്രസിഡന്റ് U. സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ബിന്ദു ഷാജി സ്വാഗതം പറഞ്ഞു. ദീപപ്രകാശനം ജിനരാജൻ കോട്ടച്ചിറയിൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് E. സമീർ, സുനിൽ കൊപ്പാറയത്ത്, രാജേഷ് കുട്ടൻ, A. റഹ്മാൻ, M. മഹേഷ് കുമാർ, ഹേമേഷ് എന്നിവർ സംസാരിച്ചു. R. രാജീവ് നന്ദി പറഞ്ഞു. അന്നദാനം, തിരുവാതിര, ദീപക്കാഴ്ച, ദീപാരാധന, നാടകം എന്നിവയും നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.